നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് അമ്മമാര് വളരെ വിഷമിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്. തിരുമേനി, ജീവിതത്തിൽ കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ അതിനനുസരിച്ചൊരു ഉയർച്ച, ജീവിതത്തിനൊരു എഴുമ്പേറ്റം കിട്ടുന്നില്ല. കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് മിച്ചം. ഞങ്ങളെക്കാൾ പകുതി കഴിവും കാര്യപ്രാപ്തിയും കഷ്ടപ്പെടാനുള്ള മനസ്സും കഠിനാധ്വാനവും ഒക്കെ ഉള്ള ആളുകൾ വരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഈ കഷ്ടപ്പാടും ദുരിതവും അവസാനിക്കുക. മക്കളെ ഓർത്തുള്ള ആശങ്കകൾ, ജീവിതത്തിലെ ഓരോരോ പ്രാരാബ്ദങ്ങൾ, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒന്ന് തീരുമ്പോൾ ഉണ്ടാവുന്ന ദുരിതങ്ങൾ, അങ്ങനെ ജീവിതം കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുമോ? ഉയർച്ച കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ്. തങ്ങളെക്കാൾ പകുതി കഴിവും പ്രാപ്തി ഇല്ലാത്തവർ വരെ വലിയ വിജയങ്ങൾ നേടി ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുമ്പോഴും ചിലരുടെ ജീവിതം ഇങ്ങനെ പരീക്ഷണത്തിൽ കിടന്ന് ജീവിതം ഇങ്ങനെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണാനും ഇത് നിങ്ങൾ കേൾക്കാനും ഇടയായത് സാക്ഷാൽ മഹാദേവൻ നിമിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ഭഗവാനായിരിക്കും ഒരുപക്ഷെ എന്നെക്കൊണ്ട് ഇന്നിതിവിടെ പറയാൻ തോന്നിച്ചതും നിങ്ങളിത് കാണാൻ ഇടയായതും. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും തീരാൻ ഈശ്വരനായിട്ടൊരു വഴി കാണിച്ചു തരികയാണ്. അപ്പം എല്ലാവരും ഇത് കേൾക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും തീരാൻ, ഇന്ന് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനസ്സമാധാനക്കേടുകളും തീർന്ന് ജീവിതം രക്ഷപ്പെടാൻ, സാമ്പത്തികമായിട്ടായാലും ജീവിതത്തിലെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ മാറാനായാലും ജീവിതത്തിൽ വിജയങ്ങൾ നേടാനായാലും ഒക്കെ നമുക്ക് അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ് പറയുന്നത്. ഇത് കാണുന്ന സ്ത്രീകളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ദുഃഖ ദുരിതങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ ഈ വഴിപാടൊന്ന് ശിവക്ഷേത്രത്തിൽ ചെയ്യണം കേട്ടോ. ഇത് ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം കാണും എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇനി എന്ത് ശനിദോഷം നിന്നാലും, എന്ത് പാപഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ട് വന്നാലും, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ടുള്ള ദോഷങ്ങൾ വന്നാലും, നിങ്ങളുടെ ജാതകവശാൽ നിങ്ങൾക്കിപ്പം സമയദോഷമാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. കാര്യം, ഈ വഴിപാട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശിവഭഗവാനാണ്. സാക്ഷാൽ മഹാദേവൻ പരമേശ്വരൻ പൊന്നുതമ്പുരാനാണ്. ശിവനെന്ന് പറഞ്ഞാൽ ആരാ? സകല ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന ദേവനാണ്. ശിവന് മുകളിൽ ഒരു ഗ്രഹത്തിന് ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ജാതക ദോഷമോ ഗ്രഹസ്ഥാനങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് കഷ്ടകാലം പിടിച്ച സമയത്തിലൂടെയാണ് ജാതകവശാൽ നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാലും നിങ്ങൾ ശിവൻ ഈ വഴിപാട് ചെയ്ത് ഞാൻ ഈ പറയുന്ന വിധിയാമെണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളെ വരെ ഭഗവാൻ നിയന്ത്രിക്കും. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനോ തകർത്ത് കളയാനോ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതപ്പെയ്ത്ത് വിധിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഗ്രഹങ്ങളെ വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശിവന് ചെയ്യുന്ന വഴിപാടാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ശിവക്ഷേത്രത്തിൽ ചെയ്യണമെന്ന് മാത്രം കുളിച്ച് തൊഴുത് ഐശ്വര്യമായിട്ട് എല്ലാവരും സ്ത്രീജനങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്യുക. സ്ത്രീകൾ ചെയ്യുന്നതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. സ്ത്രീകൾ ചെയ്തെങ്കിലേ അതിന് കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു വഴിപാട് പ്രക്രിയയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം, സ്ത്രീകൾ ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് 2 ദിവസങ്ങളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നുകിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്ന അടുത്തടുത്ത് വരുന്ന 2 ശനി ഞായർ. നാളെ ശനിയാഴ്ചയാണ്, ശനി ഞായറായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞായർ തിങ്കൾ, അത് ഏതാഴ്ച എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളിത് കാണുന്നതെങ്കിൽ ആ 6 മാസം കഴിഞ്ഞുള്ള ആ ഒരു ശനി ഞായർ എടുക്കണമെന്നേ ഉള്ളൂ. ശനി ഞായർ അല്ലെങ്കിൽ ഞായർ തിങ്കൾ. ശനിയാഴ്ച 1-ാം ദിവസമായിട്ട് എടുത്താൽ ശനി ഞായർ 2-ാം ദിവസം ഞായറാഴ്ചയായിട്ട് ശനി ഞായറും കുളിച്ചു തൊഴുത് ചെയ്യുക. അതിനുള്ള സമയമുള്ളപ്പോഴേ ഇത് ചെയ്യാൻ മുതിരാവുള്ളൂ. ശനി ഞായർ അല്ലെങ്കിൽ ഞായറാഴ്ച 1-ാം ദിവസം വെച്ച് ഞായർ തിങ്കൾ, ഈ 2 ദിവസമായിട്ട് വേണം ചെയ്യാനായിട്ട്. ഏതെങ്കിലും 2 ദിവസം തിരഞ്ഞെടുക്കുക. ഒരു ശനി ഞായർ അല്ലെങ്കിൽ ഒരു ഞായർ തിങ്കൾ തിരഞ്ഞെടുക്കുക. ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യുക. രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ചില ക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് വൈകുന്നേരം ചെയ്ത് കൊടുക്കത്തില്ല, രാവിലെ ചെയ്യുള്ളൂ. അവിടുത്തെ പ്രതിഷ്ഠയുടെയും മറ്റു കാര്യങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് രാവിലെ ആയിരിക്കും പുഷ്പാഞ്ജലി കഴിപ്പിച്ച രീതിയിൽ കൊടുക്കുന്നത്. വൈകുന്നേരം ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് രാവിലെയാണ് കൂടുതൽ ഉത്തമം. അല്ല, സന്ധ്യയ്ക്ക് ചെയ്ത് കിട്ടുമെങ്കിൽ അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളവർ അത്തരത്തിൽ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾ
ഇപ്പോൾ കുളിച്ച് ശുദ്ധിയായി. ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് വ്രതം നിൽക്കണം കേട്ടോ. ഈ 2 ദിവസവും വ്രതം നിൽക്കണം. വ്രതം നിൽക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക അങ്ങനെയൊന്നുമല്ല. വ്രതം നിൽക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ കാര്യങ്ങൾ, മറ്റ് ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ 2 ദിവസവും, അതായത് ഈ ശനിയാഴ്ച, ഞായറാഴ്ച അല്ലെങ്കിൽ ഞായറും തിങ്കളും 2 ദിവസം പൂർണ്ണമായിട്ട് തലേന്ന് രാത്രിയിൽ കിടക്കുമ്പോഴേ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്യുകയാണ്. അതിനുള്ള വ്രതശുദ്ധി, ആയുരാരോഗ്യ സൗഖ്യം എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കിടന്നാൽ മതി. ശനിയും ഞായറും വ്രതത്തിൽ നിൽക്കുക. തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിലേക്ക് മടങ്ങാം. അല്ല ഞായറും നിങ്ങളും ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ ഞായറും നിങ്ങളും ചെയ്ത് ചൊവ്വാഴ്ച തൊട്ട് സാധാരണഗതിയിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആ 2 ദിവസം വ്രതം നിൽക്കുക. വ്രതശുദ്ധി, ശരീരശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി, ഇത് 3ഉം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സ്ത്രീകളാകുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം ശാരീരികമായിട്ടുള്ള ശുദ്ധിയായാലും മനസ്സിൻ്റെ ശുദ്ധിയായാലും അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് വേണം ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ദിവസവും അമ്പലത്തിൽ കുളിച്ചു തൊഴണം കേട്ടോ. 2 ദിവസവും അമ്പലത്തിൽ പോകണം, കുളിച്ചു തൊഴണം. അപ്പോൾ രാവിലെ ശനിയാഴ്ച ഞായറുമാണ് ചെയ്യുന്ന, ഉദാഹരണത്തിന് ശനി ഞായറുമാണെങ്കിൽ ശനിയാഴ്ച രാവിലെ കുളിച്ച് രാവിലെ ഭഗവാനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. അങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ രസീതാക്കണം കേട്ടോ. വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. രുദ്രസൂക്ത പുഷ്പാഞ്ജലി അത് എഴുതിച്ചിട്ട് അതിൻ്റെ രസീത് നിങ്ങൾ തിരുമേനിയുടെ അടുത്ത് നടയിൽ കൊടുക്കുമല്ലോ. രസീത് എഴുതിക്കുന്നിടത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തില്ല. അപ്പോൾ എഴുതിക്കുന്നിടത്ത് നിങ്ങൾ രുദ്രസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് അകത്ത് ക്ഷേത്രത്തിൽ തിരുമേനി എടുത്ത് കൊടുക്കുന്ന സമയത്ത് പറയണം, കൂവളത്തില കൊണ്ട് അല്ലെങ്കിൽ എരിക്കിൻ പൂവ് കൊണ്ട് ഇത് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരാൻ പറയണം. അത് പ്രത്യേകം നിങ്ങൾ തിരുമേനിയോട് പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൂവളത്തിലെയോ എരിക്കും പൂവോ ഉണ്ട് സംഘടിപ്പിക്കാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എരിക്കും പൂ ഇവിടെയൊക്കെ പറമ്പുകളിലൊക്കെ നിൽപ്പുണ്ടല്ലോ. എരിക്കും പൂവ് പറിച്ച് നിങ്ങൾക്ക് തന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. കൂവളത്തിലെ പറിച്ചായാലും നിങ്ങൾക്ക് തന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല. തിരുമേനിയുടെ കൊടുത്തിട്ട് ഇതിന് രുദ്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞാലും ഏറ്റവും നല്ല. ഇല്ല അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞാൽ മതി, കൂവളത്തിലോ ഉണ്ട് അല്ലെങ്കിൽ എരിക്കും പൂവും ഉണ്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് തരാനെന്ന് പറഞ്ഞാൽ മതി. പുഷ്പാഞ്ജലിക്ക് 25-35 രൂപയാവുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ 25 പറയുന്നത്. ഇപ്പോൾ 25-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് രസീതാക്കി കിട്ടും. അങ്ങനെ രസീതാക്കി കിട്ടി അതെല്ലാം എഴുതിക്കുന്ന സമയത്ത് ഒരു ജലധാരയും കൂടെ എഴുതിക്കണം കേട്ടോ. ഒരു ജലധാരയ്ക്ക് വേണ്ടി കൂടി ഭഗവാന്റെ അടുത്ത് നിങ്ങൾ രസീതാക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്കകത്തുള്ള പൈസയെ നിങ്ങൾക്ക് ആവുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരുത്തുമില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂവളത്തില അല്ലെങ്കിൽ എരിക്കും പൂവ് കൊണ്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം കുളിച്ചു തൊഴാനായിട്ട് ചെല്ലുന്ന സമയത്ത് എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം ശനിയാഴ്ച തുടക്കം ഇടുന്നവർ ശനിയാഴ്ച ഇത്തരത്തിൽ ചെയ്യുക. അല്ല ഞാൻ ഞായർ തിങ്കളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ ഇത് ചെയ്യാവുന്നതാണ്. കുളിച്ച് തൊഴുത് ഐശ്വര്യമായിട്ട് ആ നടയ്ക്കൽ നിന്ന് അവിടെ പുഷ്പാഞ്ജലി നടക്കുന്ന സമയത്ത്, ജലധാര നടക്കുന്ന സമയത്ത് ഐശ്വര്യമായിട്ട് 2 കൈകളും കൂപ്പി ഓം നമഃശിവായ മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക. വേറെ ഒരു മന്ത്രവും വേണ്ട, ഓം നമഃശിവായ ചൊല്ലിയാൽ മതി. ചൊല്ലി പ്രാർത്ഥിച്ച് 108 തവണ ചൊല്ലാമെങ്കിൽ ഏറ്റവും ഗംഭീരം. ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ, എന്തെങ്കിലും മനപ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും. പലരും വിചാരിക്കും അതൊന്നും പറയണ്ട, അയ്യോ അങ്ങനെ നടക്കെ പോയി എന്ന് എല്ലാ ദുരിതങ്ങളും പറയുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തൊക്കെ വിഷമങ്ങൾ മനസ്സിലുണ്ടോ, നമ്മൾ മറ്റൊരാളെയും കുറ്റപ്പെടുത്തിയോ അല്ലെ അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടേതായ സങ്കടങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, മറ്റൊരാളെ താരതമ്യം ചെയ്തോ അല്ലെ മറ്റൊരാൾ അങ്ങനെ ആയിപ്പോയി അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം, അല്ലെ എൻ്റെ മകൻ്റെ കാര്യം നോക്കൂ, അവനൊരു ജീവിതത്തിൽ ഇന്ന ഒരു വിജയം വേണം, അല്ലെങ്കിൽ മക്കളുടെ കാര്യം ഇങ്ങനെ ആയിത്തീരണം, ആശങ്കയുണ്ട്, അല്ലെ നിങ്ങളുടെ കാര്യം തന്നെ മൊത്തത്തിൽ കുടുംബത്തിൻ്റെ കാര്യം തന്നെ ആ വീട്ടിൽ നോക്കൂ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഭഗവാനെ ഇതൊക്കെ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരണം, അവിടെ നിന്നല്ലാതെ എനിക്ക് പോകാൻ വേറൊരു ആശ്രയമില്ല, ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും മഹാദേവനിൽ വിശ്വാസം അർപ്പിച്ച്, ശിവനച്ഛനിൽ വിശ്വാസം അർപ്പിച്ച്, നിങ്ങളുടെ പിതാവായി ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദുഃഖ ദുരിത സങ്കടങ്ങളും പറയുക. തന്ന എല്ലാ കാര്യങ്ങൾക്കും, ഇനി തരാനിരിക്കുന്ന എല്ലാ നന്മകൾക്കും, തന്ന നന്മകൾക്കും തരാനിരിക്കുന്ന നന്മകൾക്കും നന്ദി പറയുക. തുടർന്ന് എല്ലാ ഐശ്വര്യം കിട്ടണമെന്ന് പറയുക. രുദ്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം നിങ്ങൾക്ക് തരും. ചിലയിടങ്ങളിൽ ജലധാരയുടെ പ്രസാദവും കൊടുക്കും. അത് വാങ്ങിയിട്ട് ഐശ്വര്യമായിട്ട് വേറെ എങ്ങും കയറരുത്, വീട്ടിൽ വരിക ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ശനിയാഴ്ച ഇത് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസവും ഇതുപോലെ തന്നെ അമ്പലത്തിൽ പോവുക. രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുന്ന സമയത്ത് തലേന്നേ പറഞ്ഞു വെച്ചിരിക്കണം. അതായത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇളനീര് ജപിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. എന്താണ് ഇളനീര് ജപിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത്? നീലകണ്ഠ ത്രയാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാന് ഇളനീര് ജപിച്ച്
തരും, അവിടുത്തെ തിരുമേനി നിങ്ങൾക്ക് തരും. ഇളനീര് നിങ്ങൾക്കായിട്ട് കൊടുക്കുക, അല്ല ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അവരായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലേ ദിവസം പോകുമ്പോഴേ ചോദിക്കണം. ഇങ്ങനെ നാളത്തെ ദിവസം, ഞായറാഴ്ച ദിവസം, അല്ലെ തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഞാൻ നാളെ വരും, നാളെ വരുന്ന സമയത്ത് എനിക്ക് നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ട് ഇളനീര് ജപിച്ച് വാങ്ങിച്ച് സേവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളനീര് ജപിച്ച് വാങ്ങിക്കുന്നതിന് എങ്ങനെയാണെന്ന് ചോദിക്കണം. അപ്പോൾ ചോദിക്കുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ അവർ തന്നെ ഇളനീര് അവിടുന്ന് തന്നെ തരും. അതല്ല അതിനുള്ള രസീതോ അല്ലെ പൈസ അടച്ചാൽ മതി. അതല്ല നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിനുള്ള ഇളനീര് ഏർപ്പാടാക്കിയേക്കുക. വീട്ടിൽ നിന്ന് പോകുമ്പം ആ ഇളനീര് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇളനീരുമായിട്ട് പോവുക, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ഇത് ചെയ്യുക. അങ്ങനെ ഇളനീര് അവിടുന്ന് നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ട് ജപിച്ച് അവിടുത്തെ തിരുമേനി നിങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച ആ ഇളനീര് തരും. ആ ഇളനീര് നിങ്ങൾ ചെയ്ത് കഴിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഭഗവാന് നിർബന്ധമായിട്ടും ഒരു മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദോഷങ്ങൾ നീങ്ങാനും ആയുസ്സിനും ആരോഗ്യത്തിനും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഒരു മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കണം. വീട്ടിൽ നീല ശംഖുപുഷ്പപ്പൂവുണ്ടോ? വീട്ടിൽ നീല ശംഖുപുഷ്പപ്പൂവ് ഉള്ളവർ മതി കേട്ടോ, വേറെ ആരോടും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ നീല ശംഖുപുഷ്പപ്പൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 2 ആയാലും മതി. ഉള്ള പൂവ് ഒരു കൂടയിലോ മറ്റോ ഇട്ട് ഭഗവാന് കൊണ്ടുപോയി ഈ ഒരു ദിവസം സമർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെ പുഷ്പാഞ്ജലി കുറച്ച് കൂടുതൽ പൂവുണ്ടെന്നുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി നടത്താനായിട്ട് അവിടുത്തെ തിരുമേനിയുടെ കൈ കൊടുത്താലും മതി എന്നുള്ളതാണ്. അപ്പം മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും കൂടെ അന്നത്തെ ദിവസം സ്വീകരിക്കുക. അപ്പോൾ ആ ഇളനീരും നിങ്ങൾക്ക് കിട്ടും, പുഷ്പാഞ്ജലി പ്രസാദവും കിട്ടുക. ഇത് രണ്ടുമായിട്ട് നേരെ വേറെ എങ്ങും കയറരുത്, വീട്ടിൽ വന്ന് കയറുക. വീട്ടിൽ വന്ന് കയറി വിളക്ക് വെക്കുന്നിടത്ത് ഒരു നിമിഷം കൊണ്ടുപോയി ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അവിടെ വെക്കുക. വെച്ചതിന് ശേഷം ആ ഇളനീര്, നിങ്ങൾ ആരാണോ ഇത് കഴിപ്പിച്ച ആ സ്ത്രീ എന്ന് പറയുന്നത്, അവർക്ക് ആ ഇളനീര് സേവിക്കാവുന്നതാണ്. എടുത്ത് കളയൊന്നും ചെയ്ത് കളയരുത്. ആ ഇളനീര് ജപിച്ചു കൊണ്ടുവരുന്നത് സേവിക്കുക, ഏറ്റവും നല്ലതാണ്. നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ട് ഇളനീര് ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ സ്ത്രീകൾ ആ ഇളനീര് സേവിക്കുക. അതോടൊപ്പം ഭഗവാന് ഒരു മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും കൂടെ വീട്ടിൽ കൊണ്ടുവരിക. അപ്പം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇത് രണ്ടും ചെയ്ത് സമാധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും മനസ്സ് ഏകാഗ്രമാക്കിയും കടന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പിറക്കുന്നത് കാണാൻ സാധിക്കും. ജീവിതത്തിലെ ഒന്നൊന്നായിട്ട് ദുരിതങ്ങൾ ഇല്ലാതാവുന്നത് കാണാൻ സാധിക്കും. ജീവിതം അതിൻ്റെ ശരിയായ ദിശയിൽ വിജയിച്ച് മുന്നേറുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് അനുഭവസ്ഥരുണ്ട് കേട്ടോ, ഒത്തിരി അനുഭവസ്ഥർ, ഒരുപാട് അനുഭവസ്ഥർ. ഒരുപാട് സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ തീർത്തു കൊടുത്ത ഒരു വഴിപാടാണ്. ഭഗവാൻ ശിവനാണ്, മഹാദേവനാണ്. അതിനേക്കാൾ വലിയൊരു ശക്തി പ്രപഞ്ചത്തിലില്ല. ഭഗവാനാണ് എല്ലാം സർവം നിയന്ത്രിക്കുന്നത്. സകല ദേവന്മാരുടെയും ദേവനാണ്. ഭഗവാൻ വിചാരിച്ചായിട്ട് നടക്കാത്ത ഒന്നുമില്ല, കടക്കാൻ കഴിയാത്ത ഒരു മലനിരകളുമില്ല, കടക്കാൻ കഴിയാത്ത ഒരു തടസ്സങ്ങളുമില്ല. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എല്ലാവർക്കും പറഞ്ഞ പോലെ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ജലധാരയും കഴിപ്പിക്കുക, അതിൻ്റെ പ്രസാദം കൊണ്ടുവരിക. രണ്ടാമത്തെ ദിവസം നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ട് ഇളനീര് ജപിച്ച് വാങ്ങിച്ച് സേവിച്ച് ഭഗവാന് മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച്, മഹാമൃത്യുഞ്ജയ ഹോമം അല്ല കേട്ടോ, തെറ്റിപ്പോരുത്, മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും സ്വീകരിച്ച് 2 ദിവസവും വരിക. ആ ദിവസം ഞായറാഴ്ച കഴിയുന്നതോടുകൂടി അല്ലെ തിങ്കളാഴ്ച കഴിയുന്നതോടുകൂടി അടുത്ത ദിവസം നിങ്ങൾക്ക് വ്രതമെല്ലാം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം തൊട്ട് നിങ്ങളുടെ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ 2 ദിവസത്തെ കാര്യം ശ്രദ്ധിച്ച് ഈ പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക. എല്ലാം ഗംഭീരമാവും കേട്ടോ. ഈശ്വരനായിട്ട് ഒരു വഴി കാണിച്ചു തന്നെ, മഹാദേവനായിട്ട് പൊന്നുതമ്പുരാനായിട്ട് ഒരു വഴി കാണിച്ചു തന്നാണ്, എന്നെക്കൊണ്ട് പറയിച്ചതാണ്. ഇതെല്ലാം ഒരു നിമിത്തമാണ് അല്ലേ, ഇതെല്ലാം ഒരു നിമിത്തമാണ്. ഞാനിപ്പോൾ ഇത് പറയാനും എവിടെയോ ജീവിക്കുന്ന നിങ്ങളിത് കേൾക്കാനും അല്ലേ, നമ്മൾ തമ്മിൽ ആ ഭഗവാനാണ് അത്തരത്തിൽ ഒരു ആശയവിനിമയത്തിനുള്ള അവസരം തന്നത്. ആ മഹേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. മഹാദേവൻ്റെ കൃപ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം നമഃശിവായ പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.